ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇടയിൽ നിന്ന ആ സ്ത്രീയുടെ അജണ്ടയല്ലേ ഇതെല്ലാം? എനിക്കറിയാം ഏട്ടാ, എന്നെ ഹരിഷ് മനസ്സിലാക്കും. ഇതെല്ലാം ഹരിഷിന്റെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് ഹരിഷ് ഒരു നാൾ തിരിച്ചറിയും. ഇപ്പോഴേ ഹരിഷിനോട് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ശ്രീ, എല്ലാം കലങ്ങി തെളിയും. നീ വിഷമിക്കാതിരുന്നാ മതി. ഞാൻ നിങ്ങളോടൊക്കെ തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതിനെനിക്ക് തീർത്താൽ തീരാത്ത സങ്കടമുണ്ട്. അതൊന്നും സാരമില്ല. അതൊക്കെ നമ്മൾ തമ്മിലല്ലേ. ഹരീഷിനോട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഹരീഷ് എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർ ഇത്രയേറെ വിഷമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഏട്ടാ. ഹരീഷിന് എന്റെ ജീവനാ. പെട്ടെന്നുണ്ടായ ദേഷ്യം ഇതൊക്കെ. അതെല്ലാം മാറും, എനിക്ക് വിശ്വാസമുണ്ട്. നീ പ്രാർത്ഥനയോടെ ഇരിക്കെ, എല്ലാം മാറും. എന്ത് പറ്റി ഡിയർ? എന്താ ഇത്ര ആലോചന? വാട്ട് ആർ യു തിങ്കിങ്? അത് പറയട്ടെ. പറയേ. ഋതുവിന്റെ ചോദ്യം എന്റെ മനസ്സിനെ വിഷമിപ്പിച്ചു. അയ്യോ രാജു, അതിന് ഞാനെന്ത് ചോദിച്ചു? അത് ശ്രീലക്ഷ്മിയുടെയും ഹരീഷിന്റെയും കാര്യം പറഞ്ഞപ്പോ, അവൻ അവളെ വേണ്ടെങ്കിൽ അവൾക്കോ അവനെ വേണ്ട. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. നാളെ ഞാനും രാജുവും തമ്മില് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാലോ? അങ്ങനെ ഉണ്ടായാ രാജു ഇതേ തീരുമാനം തന്നെ എടുക്കുവോ? അയ്യോടാ, രാജുനത് വിഷമായോ? എന്റെ മനസ്സ് വല്ലാതെ മുറിഞ്ഞു. സോറി രാജു. രാജുവിന് ഇത്രയും വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരിക്കലും. അനുവാദം ചോദിക്കാതെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നീ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, വർമ്മ സാറിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടാതെ നാട് വിട്ട് ഓടിയിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പൊ ഋതുവിനെ മറക്കാനോ നീ ഇല്ലാതെ ജീവിക്കാനോ എനിക്ക് പറ്റുന്നില്ല ഋതു. ഇന്ന് ഞാൻ എൻ്റെ ജീവനെ പോലെയാ നിന്നെ കാണുന്ന. എനിക്കെന്റെ ഋതുവിനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. രാജു, എനിക്കും അങ്ങനെ തന്നെയാ രാജു. എനിക്കും രാജുനെ കാണാതിരിക്കാൻ പറ്റില്ല. നമ്മൾ തമ്മില് ഒരിക്കലും പിരിയിലരുതു. നമ്മളെ ദൈവം കൂട്ടിച്ചേർത്തതാ.